പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തറാവീഹ് നിസ്കാരം എന്നത്. തറാവീഹ് നിസ്കാരത്തിന് അനുവദിക്കാതെ ആളുകളെ പള്ളികളിലേക്ക് കയറ്റാതെയുള്ള പോലീസുകാരുടെ ക്രൂരതയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതുപോലെ പരിശുദ്ധ റമദാനിലെ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി ജനങ്ങളെ പള്ളികളിലേക്ക് പ്രവേശിക്കാതെ അവരെ തടഞ്ഞു നിർത്തുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് പ്രധാനമായും 3 വിശുദ്ധ പള്ളികളാണുള്ളത്: മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. അതിൽ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയിലാണ് ഈ പറയപ്പെട്ട സംഭവം നടക്കുന്നത്. 40 വയസ്സിൽ കുറയാത്ത അഥവാ ചെറുപ്പക്കാരെ പള്ളിയിൽ കയറ്റാതെ തറാവീഹ് നിസ്കരിക്കാൻ അനുവദിക്കാതെ തിരിച്ചുവിടുന്ന ഒരവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ നാം എല്ലാവരും കണ്ടവരാണ്. ഇസ്രായേൽ പോലീസ് തടയുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 40 വയസ്സിന് മുകളിലുള്ളവർ മാത്രം നിസ്കരിച്ചാൽ മതി, അല്ലാത്തവർക്ക് പള്ളിയിൽ പ്രവേശനമില്ലെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ മുഴുവൻ പള്ളികളിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കുക എന്നത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണ്. പള്ളി ജോർഡാനിൻ്റെ ഔക്കാഫിൻ്റെ കീഴിലാണ് എങ്കിലും ഇതിൻ്റെ ഭരണം ഇപ്പോൾ ഇസ്രായേൽ പോലീസിൻ്റെ കയ്യിലാണ്. കാരണം ഇസ്രായേൽ അധിനിവേശമുള്ള സ്ഥലത്താണ് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്നത്. പള്ളി പൂർണ്ണമായും അവർക്ക് പിടിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പള്ളിയിലേക്ക് വരുന്നവരെ നിസ്കരിക്കാൻ അനുവദിക്കാതെ അവരെ തടയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ പട്ടിണിയിൽ നോമ്പനുഷ്ഠിക്കുന്നവരാണ് ഫലസ്തീനികൾ. കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ഒരു റൊട്ടി കിട്ടിയാൽ ആ റൊട്ടി കൊണ്ട് ഇന്നത്തെ അത്താഴം കഴിച്ച് നാളത്തെ അത്താഴത്തിന് ബാക്കി വെക്കേണ്ട അവസ്ഥ വരെ അവർക്ക് വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി കാത്തുനിന്ന 14ഓളം വരുന്ന കുട്ടികളെ ഇസ്രായേലി പട്ടാളക്കാർ വെടിവെച്ച് കൊന്നു. അങ്ങനെ തുടങ്ങി പല വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെയാണ് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കാൻ പോയ 40 വയസ്സിൽ കുറവുള്ള ചെറുപ്പക്കാരെ ഇസ്രായേലി പോലീസ് നിസ്കരിക്കാൻ അനുവദിക്കാതെ അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരെ തിരിച്ചയക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ തിരിച്ചടിക്കുമെന്നും പോലീസ് അവരോട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല റമദാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഫലസ്തീനികൾക്ക് പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.